ബ്രഹ്മപുരം വിഷയം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീപിടുത്തം നേരിടുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് പ്രതിപക്ഷ ആരോപണം. അതേസമയം ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് പ്രതിരോധം തീർക്കാനാകും സർക്കാർ ശ്രമം. സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ആയുധമാക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ശരത് ചേരുന്നുണ്ട്. ശരത്, 8 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിയമസഭ ഇന്ന് ചേരുകയാണ്. അപ്പോൾ ബ്രഹ്മപുരം വിഷയം തന്നെ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതുപോലെ തന്നെ ഇന്ന് നിയമസഭ പ്രക്ഷുബ്ധമാകാനാണോ സാധ്യത? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആതിര, ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടായി 11 ദിവസം കഴിഞ്ഞു. 12ാം ദിവസത്തിലെയാണ്. എന്നാൽ ഇതേവരെ ആ തീയും പുകയും പൂർണ്ണമായും ശമിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇതുമൂലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വിഷപ്പുക, ഈ തീപിടുത്തം മൂലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വിഷപ്പുക സൃഷ്ടിക്കുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷത്തു നിന്ന് TJ വിനോദ് MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ വേണ്ടി പോകുന്നത്. 11 ദിവസം കഴിയുമ്പോഴും ഈ തീപിടുത്തം ശമിപ്പിക്കാൻ സാധിക്കാഞ്ഞത് ഇപ്പോഴും അയൽ ജില്ലകളിലേക്ക് പോലും വിഷപ്പുക പടരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിൽ മാലിന്യ സംസ്കരണ കരാറിലെ ക്രമക്കേടും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചയുമാണ് കാരണമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷപ്പുക ശ്വസിച്ചതുമൂലം ആളുകൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ പല ആളുകളും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇതുമൂലം ദീർഘകാലത്തിൽ ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടാം. അതോടൊപ്പം തന്നെ ഹ്രസ്വകാലത്ത് ഇപ്പോൾ തന്നെ പലരും ചികിത്സ തേടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. നേരത്തെ ഇത് സബ്മിഷനായി ബ്രഹ്മപുരം തീപിടുത്തം വിഷയം സഭയിൽ വന്നിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു സബ്മിഷനായി ഈ വിഷയം സഭയിൽ ഉന്നയിച്ചത്. ആ ഘട്ടത്തിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് ഈ വിഷയത്തെ ചൊല്ലി കാര്യങ്ങൾ നീങ്ങിയിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചു. അതിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് മന്ത്രി MP രാജേഷ് മറുപടിയും നൽകി. പക്ഷേ ഇന്ന് അടിയന്തര പ്രമേയമായി ഈ വിഷയം വരുമ്പോൾ കുറച്ചുകൂടി രാഷ്ട്രീയ ആരോപണങ്ങൾ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ഈ ആരോപണം സർക്കാർ പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്നത് ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചുകൊണ്ടാണ്. അഗ്നിരക്ഷാ സേനയൊക്കെ തന്നെ ഈ തീപിടുത്തം ഉണ്ടായതിന്റെ തൊട്ടടുത്ത നിമിഷം മുതൽ 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്നു. ആ രീതിയിൽ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമം അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഒപ്പം ആരോഗ്യ വകുപ്പ് ആളുകളെയൊക്കെ തന്നെ അവർക്ക് ആവശ്യമായ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും തൊട്ടടുത്ത ആശുപത്രികളിൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്സിജൻ പാർലറുകൾ ലഭ്യമാക്കാൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചു. തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ടായിരിക്കും ഈ വിഷയത്തിൽ സർക്കാരിന്റെ പ്രതിരോധം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇതേവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചുകൊണ്ട് സർക്കാർ ഈ വിഷയത്തെ ഏതായാലും പ്രതിരോധിക്കാനാണ് തയ്യാറാവുക. അതോടൊപ്പം മറ്റൊന്ന് ഈ സ്വപ്നയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഭ സമ്മേളിച്ചിരുന്നില്ല. 8 ദിവസത്തിന് ശേഷം സഭ സമ്മേളിക്കുമ്പോൾ അതിനിടയിലായിരുന്നു കഴിഞ്ഞയാഴ്ച സ്വപ്ന സുരേഷ് ഒരു ആരോപണം ഉന്നയിച്ചത്. ഈ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി MV ഗോവിന്ദൻ മാസ്റ്റർ 30 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നാണ് ആരോപണം. ഈ ആരോപണത്തിന് തൊട്ടു പിന്നാലെ തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ സ്വപ്നയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഒരു വട്ടമല്ല 1000 തവണ സ്വപ്ന സുരേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറാണ് താൻ എന്നായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അങ്ങനെ ഒരു തവണ ആരോപണം നേരിടുമ്പോൾ തന്നെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടും ഇതേവരെ പല തവണ ആരോപണം നേരിട്ടിട്ടും മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. അത് മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ ഈ കാര്യത്തിൽ ഒളിപ്പിച്ചു വെക്കാനുണ്ട് എന്നതിന്റെ കൃത്യമായ തെളിവാണെന്ന രീതിയിലായിരിക്കും പ്രതിപക്ഷം സ്വപ്നയുടെ ആരോപണത്തെ സഭയിൽ ആയുധമാക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ധനാഭ്യർത്ഥന ചർച്ചയുടെ ഭാഗമായി സ്വപ്നയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ചൂണ്ടിക്കാണിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആതിരം. വ്യക്തമാണ് ശരത്. ബ്രഹ്മപുരം വിഷയം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീപിടുത്തം നേരിടുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് പ്രതിപക്ഷ ആരോപണം. അതേസമയം ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് പ്രതിരോധം തീർക്കാനാകും സർക്കാർ ശ്രമം. സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ആയുധമാക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ശരത്.